ഹലോ എല്ലാവർക്കും അമ്മൂസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾക്കും എനിക്കും ഇനിയുള്ള വർഷം നല്ലതായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. റീസെന്റ് ഞാൻ വെനോറ ഓർഗാനിക്സിന്റെ 3 പ്രൊഡക്റ്റുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ അതിന്റെ ഓരോ പ്രൊഡക്റ്റുകളുടെ സ്പെസിഫിക്കേഷൻസുകൾ പറയാം. അപ്പൊ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് റെജുവിനേറ്റർ ഗോൾഡിന്റെ ഒരു നൈറ്റ് ക്രീമാണ്. ഇതിന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഡേ ക്രീം അല്ലെങ്കിൽ നൈറ്റ് ക്രീം ഒന്നും യൂസ് ചെയ്യാത്ത ആളാണ്. ഫസ്റ്റ് ആയിട്ട് ഞാൻ നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നത് റെജുവിനേറ്റയുടെ തന്നെയാണ്. അപ്പോ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് വന്നിട്ട് നൈറ്റ് ക്രീമാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ട് വെനൂറ ഓർഗാനിക്സിന്റെ തന്നെ 4-in-1 പ്രൊഡക്റ്റ് ആണ്. ഇത് നമുക്ക് മാസ്ക് ആയിട്ട്, ക്ലെൻസർ ആയിട്ട്, അതേപോലെ ഫേസ് വാഷ് ആയിട്ട് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് വന്നിട്ട് വെനൂറ ഓർഗാനിക്സിന്റെ തന്നെ സൺസ്ക്രീൻ ആണ്. റെജുവിനേറ്റ സൺബ്ലോക്ക് വിത്ത് SPF 13++ PA+++ ഓട് കൂടിയിട്ടുള്ളതാണ് ഞാൻ ഫൈനലായിട്ട് വാങ്ങിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് റെജുവിനേറ്റ ഗോൾഡിന്റെ ഈ ഒരു നൈറ്റ് ക്രീമിനെ പറ്റിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റെജുവിനേറ്റ ഗോൾഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, പ്രത്യേകത എന്നല്ല, സാധാരണ നൈറ്റ് ക്രീം, ഞാൻ ആദ്യമായിട്ട് നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഡേ ക്രീമും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ബാക്കി ഫേസ് വാഷും ഫേസ് മോയ്സ്ചറൈസറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. സോ ഞാനിത് രാത്രിയിൽ ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖമൊക്കെ ഒന്ന് ക്ലീനപ്പ് ആക്കി, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു മസാജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇത് ചെയ്യാറും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്നൊരു നൈറ്റ് ക്രീമാണ്. ഇങ്ങനെ ഓയിലി സ്കിൻ, ചില പ്രൊഡക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മെയിൻലി ഫോർ ഓയിലി സ്കിന്നുകാർക്ക്, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക്, അല്ലെങ്കിൽ നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഈ റെജുവിനേറ്റ ഗോൾഡിന്റെ നൈറ്റ് ക്രീം. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, ഇത് നമ്മുടെ ഏജ് അനുസരിച്ചിട്ടാണ് നമുക്ക് നൈറ്റ് ക്രീം നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. എനിക്കിപ്പം 25 ഇയേഴ്സ് ഉണ്ട്. സോ ഇത് 23+ തൊട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണ്. 23 മുതൽ 31 വയസ്സുള്ള ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നൈനാസിനിമേഡും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒക്കെയാണ്. അത് വേറെ സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ്. ഒരു 3 to 4 വീക്സോളം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും മുഖത്ത് ഇതേവരെ വന്നിട്ടില്ല. അപ്പൊ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. സാധാരണ ഇപ്പം എന്റെ മുഖത്ത് അപ്ലൈ ചെയ്താലും എനിക്ക് അപ്പം കുരു വരുന്നതാണ്. പക്ഷെ ഇതൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതും കൂടി കൂടിയിട്ടാണ് ഞാൻ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട്. നമ്മുടെ സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ റെജുവിനേറ്റയുടെ 4-in-1 പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് ക്ലെൻസർ ആയിട്ട്, അതേപോലെ മാസ്ക് ആയിട്ട്, ഫേസ് വാഷ് ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് ഇത് 4-in-1 എന്ന് ഉദ്ദേശിക്കാൻ കാരണം. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല ഒരു കാര്യമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ പാക്കേജിങ് ആണ്. കണ്ടോ, ചെറിയൊരു കിഴിക്കാത്ത കേക്കാണ് ഒരു പാക്കേജ് ചെയ്ത് തരുന്നത്. പിന്നെ ഇതിനു മുമ്പും ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. മാരേജിന് മുമ്പാണ് യൂസ് ചെയ്തേക്കണേന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് നമുക്ക് പ്രൊഡക്റ്റ് അവര് അയച്ചു തരുന്നത്. അപ്പൊ ഇതിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിത് ഫേസ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം, ജെല്ലായിട്ട് യൂസ് ചെയ്യാം, മാസ്ക് ആയിട്ടും ക്ലെൻസർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഓക്കെ, അപ്പൊ നമ്മൾ 2 പ്രൊഡക്റ്റിന്റെ റിവ്യൂ നമ്മൾ പറഞ്ഞു. ഇനിയിപ്പം ലാസ്റ്റത്തെ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ ആണ് നമുക്കിനി പറയാനുള്ളത്. ഈ വെനൂറ ഓർഗാനിക്സിന്റെ റെജുവിനേറ്റ സൺ ബ്ലോക്ക്, അത് SPF 30+ PA++ ആണ് ഇതിന്റെ ഒരു റേഷ്യോ. പിന്നെ ഒരു കാര്യം ഇതിൽ ഡിഫറൻസ് ഉള്ളത് എന്താന്ന് വെച്ചാൽ, സാധാരണ നമ്മള് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പം പല പ്രൊഡക്റ്റുകളിലെ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ഞാനൊരു ഡിഫറെന്റ് ആയിട്ട് ഞാൻ പറയുവാണ്. ഇതില് വേറെ വൈറ്റ് സ്കാർസുകളോ വൈറ്റ് പാച്ചസുകളോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഇതേവരെ ഫീൽ ചെയ്തിട്ടില്ല. കറക്റ്റ് നമ്മൾ എന്താണോ മുഖത്തിട്ടത് അതുപോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ സാധാരണ ഇപ്പം വേറെ പ്രൊഡക്റ്റുകളിലെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇങ്ങനെ ഫുള്ളി ഇങ്ങനെ വെള്ളം പൂശിയ പോലത്തെ ഒരു ഫീലും
കുറച്ച് ഗ്രീസി ആയിട്ടുള്ള ഒരു ഫീലും ആണ് നമുക്ക് നോക്കുന്നത്. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റിന് അങ്ങനത്തെ ഒരു ഇതില്ല. ജസ്റ്റ് ഞാൻ ഇതിന്റെ ഒരു പാക്കേജിങ് പുറത്തുനിന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഇനി ഇതിന്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം. ഉള്ളിൽ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബോട്ടിൽ. ഇത് പമ്പാണ് കേട്ടോ. അതിന്റെ ആപ്ലിക്കേറ്റർ വന്നിട്ട് പമ്പാണ്. എന്തുകൊണ്ടും പമ്പ് ആയത് നന്നായി. കാരണം ഒരുപാട് പ്രൊഡക്റ്റ് വേസ്റ്റേജ് പോകത്തില്ല. ബാക്കിയുള്ള സൺസ്ക്രീനുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ട്യൂബ് അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് വേറൊരു മോഡലാണ്. ഒരുപാട് പ്രൊഡക്റ്റുകളൊന്നും അനാവശ്യമായിട്ട് വേസ്റ്റേജ് പോകുന്നില്ല. മാത്രം നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുത്താൽ മതി. അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് പമ്പ് സൺസ്ക്രീൻ കൊണ്ട് ഉണ്ട്, ഒരു ഗുണങ്ങളുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് 12 ഇയേഴ്സ് മുതലുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഈ കാണിച്ച എല്ലാ പ്രൊഡക്റ്റുകളും തന്നെ എല്ലാവർക്കും, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ഒന്നില്ലെങ്കിൽ കുരു വരും, അല്ലെങ്കിൽ മുഖം കറുക്കും, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പിന്നെ ആക്സിൻ പ്രോൺ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ ഇതേവരെ ഞാനിപ്പോ 2-3 ആഴ്ചയോളം ഞാനിത് യൂസ് ചെയ്തു. ഇന്നേ വരെ ഒരു കുഴപ്പവും കാര്യങ്ങളും ഒന്നും ഈ ഒരു പ്രൊഡക്റ്റുകൾക്ക്, ഇപ്പം സൺസ്ക്രീൻ ആണെങ്കിലും നൈറ്റ് ക്രീം ആണെങ്കിലും 4-in-1 ആണെങ്കിലും ഒന്നും, ഒരു 3 പ്രൊഡക്റ്റുകൾക്കും ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇതേവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അവരുടെ ഒഫീഷ്യൽ സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ആമസോണിലും ഇത് അവൈലബിൾ ആണ്. താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ. വേറൊരു കാര്യം കൂടി എനിക്ക് ഈ സൺസ്ക്രീനെ പറ്റി പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഇത് 2 രീതിയിലാണ് കേട്ടോ ഡിഫറൻഷിയേറ്റ് ചെയ്തേക്കുന്നത്. ഇത് സാധാരണ ഇപ്പം വീട്ടില് ഹൗസ് വൈഫ് അത്യാവശ്യം മാത്രം പുറത്തോട്ട് പോയി തിരിച്ചു വന്നു അങ്ങനെയുള്ളവർക്കും, അതേപോലെ വർക്കിംഗ് വുമൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും രണ്ട് രീതിയിലാണ് സൺസ്ക്രീൻ ഇവർ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് ഇപ്പൊ ഞാൻ വീട്ടിലിരിക്കുന്ന ഒരാളായത് കൊണ്ടിട്ട് ഈ ഒരു സൺസ്ക്രീൻ ആണ് ഞാൻ പ്രിഫർ ചെയ്തിട്ടുള്ളത്. അതല്ല, ഇതിപ്പോ പുറത്തൊക്കെ പോയി ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം SPF 30+ അല്ലേ. അപ്പം അങ്ങനെയുള്ളവർക്ക് SPF 15+, PA+++ ഓട് കൂടിയിട്ടുള്ള സൺബ്ലോക്കും ഇതിന്റെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല്, ബാക്കിയുള്ള സൺസ്ക്രീനെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ, ഹീറ്റ് പ്രൊട്ടക്ഷൻ ആണ് ഈ പറഞ്ഞ SPF 13 ആണെന്ന് പറഞ്ഞാലും നമ്മൾ അതിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിയുന്ന ഒരു വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും ചെറിയൊരു, എന്റെ കാര്യമാണ് കേട്ടോ ഞാൻ മെയിൻലി പറഞ്ഞത്, എല്ലാവർക്കും അങ്ങനെ ആകണമെന്നൊന്നുമില്ല. മുഖത്ത് ചെറുതായിട്ട് എന്താ പറയാ, ടാൻ അടിച്ച പോലെയൊക്കെ തോന്നാറുണ്ട്. എന്നാലും സൺസ്ക്രീൻ ഇട്ടൊക്കെയാണ് പോകുന്നത്. പക്ഷെ എന്നാലും ചെറിയ രീതിയിൽ ടാനും കാര്യങ്ങളൊക്കെ വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിട്ട് പുറത്ത് പോയിട്ടുണ്ട്. വന്നിട്ടാണെങ്കിലും നമ്മൾ എങ്ങനെയാണോ പുറത്തേക്ക് പോയത് ആ ഒരു രീതിക്ക് തന്നെയാണ് നമ്മുടെ മുഖം ഇരിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാനിത് എല്ലാവർക്കും പ്രിഫർ ചെയ്യുന്നു. ഇതൊന്നും മാത്രമല്ല, ബാക്കിയുള്ള 2 പ്രൊഡക്റ്റുകളും ഞാൻ എല്ലാവർക്കും തന്നെ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയിലുള്ളത്. ആകെ 3 പ്രൊഡക്റ്റേ ഞാൻ വാങ്ങിച്ചുള്ളൂ. അപ്പൊ ഇനിയും ഒരുപാട് പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള റിവ്യൂ ഞാൻ പറയാം. അപ്പോ മെയിൻലി പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ പാരബൻ, അതായത് കെമിക്കൽ ഫ്രീ ആണ്. എല്ലാം തന്നെ ആയുർവേദിക് ആയിട്ടുള്ളതും ഓർഗാനിക് ആയിട്ടുള്ളതും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ്. ഇവരുടെ എല്ലാ പ്രൊഡക്റ്റും, ഇപ്പൊ ഞാൻ വാങ്ങിച്ച 3 പ്രൊഡക്റ്റ് അല്ല, 3 പ്രൊഡക്റ്റ് മാത്രമല്ല, ഇവരുടെ എല്ലാ പ്രൊഡക്റ്റുകളും അങ്ങനത്തെ ഉള്ളതാണ്. പിന്നെ മാത്രമല്ല, ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഉണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് അവരുടെ സൈറ്റിലേക്ക് പോയിട്ട്, സൈറ്റ് ഞാൻ ഒന്നില്ലെങ്കിൽ താഴെ മെൻഷൻ ചെയ്യാം, അതല്ല എങ്കിൽ ഞാൻ സ്ക്രീനിൽ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം. സൈറ്റിൽ കയറി അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ ആ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അറിയണമെങ്കിലും, എങ്ങനെയൊക്കെയാണ് വെനൂറ ഓർഗാനിക്സ് എന്നും അവരുടെ സ്റ്റോറി അറിയണമെന്നുണ്ടെങ്കിലും സൈറ്റിൽ കയറി നമുക്ക് നോക്കാവുന്നതാണ്. അതല്ല, ആമസോണിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ആമസോണിൽ ലിങ്കും കൊടുത്തേക്കാം. അപ്പം അങ്ങനെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും ചെയ്യാം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായവർക്ക് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കനും ഉണ്ട്. ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തിട്ടാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.